അങ്ങനെ ഞാനും ട്രൈ ചെയ്തു ആ വൈറലായിട്ടുള്ളൊരു സാലഡ് റെസിപ്പി. അപ്പോൾ ഇതിനായിട്ടൊരു ക്യുക്കമ്പറും ക്യാരറ്റും ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പീൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മളിതിൻ്റെ തൊലി പീൽ ചെയ്ത് കളയുന്നത് പോലെ തന്നെ ഇതിൻ്റെ സ്കിന്ന് നന്നായിട്ട് പീൽ ചെയ്തെടുക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ക്യുക്കമ്പറും ക്യാരറ്റും വളരെ തിന്നായിട്ടൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട തൈരാണ് കേട്ടോ എടുക്കുന്നത്. നല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇതിന് വേണ്ടത്. തൈരും എടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഈ തൈരിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉണക്കമുളക് ചതച്ചതും വെളുത്തുള്ളിയും ഒലീവ് ഓയിലും ഉപ്പുമാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ.